കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ മുടങ്ങിയിട്ട് 6 മാസം പിന്നിടുകയാണ്. വാടക തർക്കത്തെ തുടർന്ന് ISL പോരാട്ടങ്ങൾ കൊച്ചിയിലേക്ക് മാറ്റിയതോടെയാണ് സ്റ്റേഡിയം അവഗണനയിലാവുന്നത്. മത്സരങ്ങൾ പുനരാരംഭിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. കോഴിക്കോട്ടുകാർക്ക് ഫുട്ബോൾ എന്നത് വെറുമൊരു വിനോദമല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തിന് നിറകിലാണ് കോർപ്പറേഷൻ അധികൃതർ ഇപ്പോൾ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ വമ്പൻ ക്ലബ്ബുകൾ കളിക്കാൻ കുതിച്ച മൈതാനമാണിത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഈ പുൽത്തകടിയിൽ ഒരു ബൂട്ടിന്റെ ശബ്ദം പോലും മുഴങ്ങിയിട്ടില്ല. വലിയ തുക വാടക ഇനത്തിൽ ചോദിച്ചതോടെ ISL മത്സരങ്ങൾ കൊച്ചിയിലേക്ക് പോയി. ഒരു കാലത്ത് സന്തോഷ് ട്രോഫിയും ഐ ലീഗുമൊക്കെയായി കാണികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്ന ഗാലറികൾ ഇപ്പോൾ നിശബ്ദമാണ്. ഇതിനിടയ്ക്കാണ് സ്റ്റേഡിയത്തിന് കരിനിഴലായി കോർപ്പറേഷന്റെ പുതിയ ലാൻഡ് അലോട്ട്മെന്റ് നിർദ്ദേശം വന്നിരിക്കുന്നത്. സ്റ്റേഡിയം വളപ്പിന്റെ ഒരു ഭാഗം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് വിട്ടു നൽകാനാണ് തീരുമാനം. പൂർണ്ണമായും അധികാര കേന്ദ്രങ്ങളുടെ ഒരു അനാസ്ഥയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ്റെ. കോഴിക്കോട് കോർപ്പറേഷനും KFയും ഒക്കെ ഇതിൽ തുല്യ ഉത്തരവാദികളാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് ആക്ച്വലി കസ്റ്റോഡിയൻ. കോർപ്പറേഷൻ അത് KFക്ക് കൈമാറി അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ. ആദ്യം പറഞ്ഞത് ISL ഇവിടെ നടക്കും, ഭയങ്കര കൊട്ടിഘോഷിച്ചു. സത്യത്തിൽ കോഴിക്കോട്ടുകാർ അതിനെ സ്വീകരിച്ചത് വലിയ സന്തോഷത്തോടു കൂടിയാണ്. നമുക്ക് ലഭ്യമാവുന്ന ഇത് ISL ആണല്ലോ ഏറ്റവും വലിയ ടൂർണമെൻറ്റ്, മേജർ ടൂർണമെൻറ്റ്. പക്ഷെ അതുണ്ടായില്ല. ഇപ്പം നിങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്ന് പോയി നോക്കുക, ഗ്രൗണ്ടിൻ്റെ സാഹചര്യം. ഒരു ഫുട്ബോൾ അവിടെ നടത്താൻ കഴിയില്ല. ഇനി അവിടെ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ആരോ ഉയരാണ്. അവിടെ വല്ല കന്നുകാലികളെ കൊണ്ട് മേച്ചാൽ ഐറ്റുകൾക്കൊരു ഉപകാരമൊന്നുമല്ലാതെ പന്തളികൾ കളിക്കുന്ന ആർക്കും ഇനി അതുകൊണ്ട് ആ സ്റ്റേഡിയത്തിലെ നിലവിലുള്ള പുൽമൈതാനം കൊണ്ട് ഒരു ഉപകാരം കിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. വാടക തർക്കങ്ങളെ തുടർന്ന് ISL മത്സരങ്ങൾ കൊച്ചിയിലേക്ക് പറഞ്ഞതോടെയാണ് കോഴിക്കോട്ടെ സ്റ്റേഡിയത്തിന് കഷ്ടകാലം തുടങ്ങിയത്. വരാനിരിക്കുന്ന സൂപ്പർ ലീഗ് കേരള മാത്രമാണ് ഇപ്പോൾ ആരാധകരുടെ ഏക പ്രതീക്ഷ. വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് വാനുകളും വലിയ ജനറേറ്ററുകളും പാർക്ക് ചെയ്യേണ്ട ഈ കായിക വേദിയിൽ ഫയർ സ്റ്റേഷൻ വരുന്നത് കായിക രംഗത്തെ തകർക്കുമെന്നാണ് കായിക പ്രേമികളുടെ വാദം. അധികൃതരുടെ പിടിപ്പുകേടുകൾ കൊണ്ടാണ് കോഴിക്കോട് നിന്ന് മത്സരങ്ങൾ കൊച്ചിയിലേക്ക് പോയത്. ഇത്തരം വീഴ്ചകൾ ഇനി അനുവദിക്കില്ലെന്നും സ്റ്റേഡിയം സംരക്ഷിച്ച് മത്സരങ്ങൾ ഇവിടെ തിരികെ കൊണ്ടുവരണമെന്നുമാണ് ഫുട്ബോൾ ആരാധകരുടെ ആവശ്യം. ക്യാമറമാൻ അനൂപിനൊപ്പം അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.